തണുക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. എൻ്റെ മുടിയൊക്കെ പറക്കുന്ന കാണുമ്പോൾ നമുക്കല്ലാണ് കാണാം, മുടി പറക്കുന്നേ കാണുമ്പോൾ അറിയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ വരുന്ന അതിഥികൾക്ക് വേണ്ടിയുള്ള ആരെയും നമുക്ക് വഴി കാണാം കേട്ടോ. എല്ലാവരും വീഡിയോ സർപ്രൈസ് ആണ്. അപ്പോൾ കൊച്ചിനുള്ള ഏകദേശം നമ്മൾ ബ്ലൂ മാറ്റി അത് നമ്മൾ അങ്ങനെ കോട്ടൊക്കെ നോക്കിയാണ് തണുപ്പ് മാറാനായിട്ട് സെറ്റാക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ റിച്ചാർഡ് ഭയങ്കര സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വരുമ്പം പിള്ളേർ വരുമ്പോൾ കാണിക്കാം. എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ ജില്ലയിലെ കുറേ വിശേഷങ്ങളും സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഫുഡിങ്ങും പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ജലീലിക്ക പട്ടാമ്പി ഇത് നമ്മുടെ പട്ടാമ്പി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഹിൽട്ടണിൽ ജോബിന് വന്നപ്പോഴേനും ആശാനെ ആദ്യമായിട്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ മെസ്സേജ് അയച്ച് ഇങ്ങനെ എങ്ങനെയുണ്ട് വർക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണോ എന്നൊക്കെ ചോദിച്ച് ജലീലിക്കാണ്. അപ്പോൾ അത് മറക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ എന്നെ കറങ്ങി തിരിക്കുന്നത് ഇല്ലല്ലോ. അപ്പോൾ ആണ് ഇതേണ്ടേ സ്വയം റിച്ചാർഡ് എന്ന് പറയും. അവൻ്റെ കണ്ടോ, അവൻ്റെ ഷൂവും കോട്ടും സൂട്ടും പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് അവനേതോ വലിയ സായിപ്പാന്നാണ് അവൻ്റെ വിചാരം. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത, വർത്തമാനം പറയാൻ മാത്രം അറിയുന്ന സ്വന്തം റിച്ചാർഡ് കണ്ടോ. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ ബ്ലൂ കളർ മാറ്റി വൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ആ ഒരു വൈറ്റ് ഉണ്ട്, ആ ബ്ലൂ കളർ മാറ്റിയിട്ട് ഒരു വൈറ്റ് കളർ തീർവാടാ. ആഹാ എല്ലാവരും മാറി അടിക്കണം. നല്ല കാറ്റുണ്ട്. നമ്മളിവനെ വില്ലേക്കകത്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഫുള്ള് പെയിൻറ്റ്, അതുകൊണ്ടാണ്. അപ്പോൾ അടിപൊളി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. നാളെ ഞങ്ങൾ അതിഥിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. യെസ്, നോക്കിയേ അത് കൂടെ എടുത്തുണ്ടോ? നമ്മുടെ കൂട് ആശാനോട് പോയി. നമ്മുടെ ആശാൻ വേറെ വീട്ടിൽ പോയി. നമുക്കിവിടെ വേറെ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്. എടുത്തു അതുപോലെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. 2 ദിവസം അവന് ഫുഡൊക്കെ കൊടുത്തു. ജലീലൊക്കെ പാവം അവന് ഫുഡൊക്കെ കൊടുത്തു. അവൻ 2 ദിവസം കൊടുക്കുന്ന ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ആശാൻ സ്ഥലം വിട്ട്. കൂടില്ലാത്ത അവൻ പോയി. ഒന്നും പറയണോ, ഇല്ലാത്ത സെറ്റപ്പ് ഫോട്ടോ, തണുപ്പൊന്നും കേൾക്കത്തില്ലോ. പൊളി സംഭവം സെറ്റപ്പ് ഫോട്ടോ. എന്നാലും അവന് പോയത് കഷ്ടമായി പോലടാ. ആടാ 2-3 ദിവസം നിന്ന് നല്ല പട്ടിക്കുട്ടിയായിരുന്നു. അതുകൊണ്ടോ ജലീലിക്ക അത് അടിപൊളി പട്ടിക്കുട്ടിയായിരുന്നു. ജലീലിക്ക ഫുഡൊക്കെ കൊടുത്തു. 3-4 ദിവസം ആശാൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ആശാൻ ഉണർവായപ്പോഴത്തേനും അവൻ സ്ഥലം വിട്ടല്ലേ. ഇതെവിടുന്നാ കൊണ്ടു? നീ കൂടെ എവിടുന്നായിരുന്നു? ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ഈ കൂട് കണ്ടത്. എവിടുന്ന് കണ്ടുന്നേ ഈ കൂട്? അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ചെറുക്കൻ പോയി. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ചിലപ്പോൾ തിരിച്ചു വരും കേട്ടോ. ചെറുക്കൻ വരും, ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആശാൻ വരും. അവൻ എവിടെയോ ടൂർ പോയിക്കാണ്, ട്രിപ്പിന് പോയതാണ്. തിരിച്ചു വരും, അതുറപ്പാണ്. അങ്ങനെ ഒന്ന് തീർന്ന് പകുതി പ്ലേറ്റ് കാറ്റത്ത് പോയി. അങ്ങനെ ഒരെണ്ണം തീർന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കല്ലാണോടാ? ചളങ്ങി ഇങ്ങനെ അരിയാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ? പൊന്നു ഗായ്സ്, ഇത് നോക്കിയേ. ഇത് അവനിങ്ങനെ അടിച്ചടിച്ചടിച്ചിട്ട് ഇവിടെ ഒക്കെ പൊളന്ന്. അത് താനോ അത് കാണിച്ച് അതിൻ്റെ അടി വെച്ച് കാണിച്ചു കണ്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങളൊന്ന് നോക്കി. എന്താ അവസ്ഥ അതാവൻ. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഞങ്ങളുടെ വില്ല. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് അകലേക്ക് ഈ കാണുന്ന വില്ലകൾ ഫുള്ള് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയാണ്, എല്ലാവരുടെയാണ്. അങ്ങ് അകലെ അമ്പിളി അമ്മാവൻ. നല്ല രസമാണ്. ഇപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ, തണുപ്പൊക്കെ ആയി വരുന്നു. നമ്മുടെ പട്ടാമ്പിയും റിച്ചാർഡും അവിടെ വില്ലയിൽ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഏകദേശം അതിൻ്റെ വർക്കുകളൊക്കെ റെഡി ആയെന്ന് തോന്നുന്നു. എന്തായി ആശാനെ നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ? നീ ഇവിടെ നിലത്തല്ലേ പെയിൻ്റ് അടിച്ചേ? ഇവിടെ എല്ലാം കിടക്കുന്നു. ഏകദേശം അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഒരു വൈറ്റ് ബ്ലൂ ഒരു കളറായിട്ടുണ്ട്. ആ ബ്ലൂവിനെക്കാട്ടിൽ ഇപ്പോൾ ഒരു ഇച്ചിരി കൂടി ഒരു നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളർ. റിച്ചാർഡിൻ്റെ അത് ആഗ്രഹമായിരുന്നു അത് വൈറ്റ് ആക്കണം. അതിന് വേണ്ടി 2 മേടിച്ചു. ഒരെണ്ണം ഫുള്ള് തീർന്നു ഓൾറെഡി. ഒരെണ്ണം തീർന്നു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മളിനി അടുത്ത ബാർബിക്യൂ ഒക്കെ ചെയ്യലടാ. നമുക്കിനി ഒരു ദിവസം പൊളി ബാർബിക്യൂ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അടിപൊളി ബാർബിക്യൂവിൻ്റെ സംഭവമൊക്കെ ആയിട്ട് വരും. ബാർബിക്യൂ, ചിക്കൻ, പിന്നെ ബീഫ് നമ്മളെല്ലാ സാധനവും നമ്മൾ സെറ്റ് വെക്കും. അത്രേ ഉള്ളൂ. അതെ. എടാ, ഇത് പെയിന്റ് നിലത്ത് തന്നെ പറ്റുമോ? ഇല്ലല്ലോ, സെറ്റായി തോന്നല്ലേ? അപ്പോൾ സംഭവം തന്നെ ഏകദേശം കളറൊക്കെ മാറി നല്ല സെറ്റപ്പ് ആയിട്ട്. അപ്പോൾ നാളെ അപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ടുവരും. ഇവിടെ 2-3 പേരെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ. വേണ്ടേ നമുക്ക് അവർക്ക് വേണ്ടി സെറ്റപ്പുകളാണ്. സെറ്റാക്ക്. ഒന്നും പറയില്ലല്ലേടാ അല്ലേ? ഒന്നും പറയാനില്ല, എല്ലാം സെറ്റാണ്. ഇതാണ് സെറ്റ്. അതന്നെയാണ് ഇപ്പോൾ എന്നെ കളറാണ് ഇത്. നാളെ അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താന്ന്. വെയിറ്റിങ്ങിലാണ്, ഫുൾ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെല്ലാം ഫുൾ വെയിറ്റിങ്ങിലാണ് ഇവിടെ.